ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു 8-10 സെന്റൻസുകളാണ്. അതായത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച സെന്റൻസുകളാണ്. അപ്പം അതിൽ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ ആ ഒരു സെന്റൻസ് ക്ലിയർ ആക്കി കൊടുക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. എൻ്റെ എക്സ്പ്ലനേഷനും ഞാൻ കഴിയും വിധം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിൽ വളരെ ഡൗട്ടുകളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ വരുന്ന കുറച്ച് സെന്റൻസ്, കോമൺ മിസ്റ്റേക്ക് വരുത്തുന്ന കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഇതൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള സെന്റൻസുകളാണ്. അപ്പൊ ഏതൊക്കെയാണ് സെന്റൻസുകൾ, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അവസാനം ഇതിന്റെ ക്ലാരിഫിക്കേഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്കും ഇതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു സെന്റൻസുകൾ നിങ്ങൾ പഠിച്ചെടുക്കുക. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് മിസ്റ്റേക്ക് വരുത്തുന്നത്. അപ്പൊ അതേക്കുറിച്ച് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എടുത്തൊരു സെന്റൻസ് ആണ്. അപ്പം എനിക്ക് ഇന്ന് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. എനിക്ക് ഇന്ന് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പം കഴിഞ്ഞുപോയ കാര്യമാണ്. ഐ ഹാഡ് നോ ടൈം അറ്റ് ഓൾ ടുഡേ അല്ലെ. എനിക്ക് ഇന്ന് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോ ടൈം അറ്റ് ഓൾ ടുഡേ എന്നാണ് പറയേണ്ടത്. ഇനി ഇന്നലെ എന്നാണെങ്കിൽ ടുഡേക്ക് പകരം നമുക്ക് യെസ്റ്റർഡേ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാഡ് നോ ടൈം അറ്റ് ഓൾ, ഒട്ടും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അറ്റ് ഓൾ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ യെസ്റ്റർഡേയോ ടുഡേയോ ഒക്കെ ആഡ് ചെയ്യാനായിട്ട്. അല്ലാതെ ഐ ഹാഡ് നോ ടൈം യെസ്റ്റർഡേ അറ്റ് ഓൾ അല്ലെങ്കിൽ ടുഡേ അറ്റ് ഓൾ, ഇത് ശരിയല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്ഷൻ മനസ്സിലായല്ലോ. ഇനി ഇതേ ഒരു സെന്റൻസ് നമ്മൾ ഇങ്ങനെ പറയാണ്, എനിക്ക് സമയം കിട്ടിയില്ല. എനിക്ക് സമയം കിട്ടിയില്ല. ഇവിടെയും പറയുന്നത് എന്താണ്? സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു കാര്യമാണ് അല്ലെ. ആ കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ പറയുന്നത്. സോ ഇവിടെ കിട്ടിയില്ല, ഇല്ല എന്ന് പറയുമ്പോൾ പാസ്റ്റിലാകുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഡിഡിന്റ് ആണ്. അപ്പം ഐ ഡിഡിന്റ് ടൈം, ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഐ ഡിഡിന്റ് ടൈം വളരെ തെറ്റാണ് കേട്ടോ. ഐ ഡിഡിന്റ് ടൈം എന്ന് പറയാറില്ല. അപ്പൊ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഈ കിട്ടുക എന്നുള്ള വേർഡ് ഇവിടെ വേണ്ടേ. സോ ഐ ഡിഡിന്റ് ഗെറ്റ് ടൈം, ഐ ഡിഡിന്റ് ഗെറ്റ് ടൈം, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ്. എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡിഡിന്റ് ഗെറ്റ് ടൈം. ഇനി എനിക്ക് സമയമില്ല, ഇപ്പൊ പ്രസന്റിൽ നമ്മൾ പറയാണ് എനിക്ക് സമയമില്ല. അപ്പൊ അവിടെ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് ആവും. നമ്മൾ ഐഡിയ കൂടി ഡോണ്ട് ആണ് യൂസ് ചെയ്യാറ്. ഐ ഡോണ്ട് ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? അല്ല. ഐ ഡോണ്ട് ഹാവ് ടൈം എന്ന് പറയണം. ഐ ഡോണ്ട് ഹാവ് ടൈം, എനിക്ക് സമയമില്ല. അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. ഇനി പറയുന്നത് നിനക്ക് പാചകം ചെയ്യാൻ അറിയുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നിനക്ക് പാചകം ചെയ്യാൻ അറിയുമോ? ഡു യു നോ കുക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നത്. ഡു യു നോ കുക്ക് ഫുഡ്, നിനക്ക് പാചകം ചെയ്യാൻ അറിയുമോ? ഇവിടെ നമ്മൾ ഹൗ യൂസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. ഈ ഒരു സെന്റൻസ് തെറ്റാണ്. അപ്പൊ നമ്മൾ എങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം? ഡു യു നോ ഹൗ ടു കുക്ക്. ഈ ഹൗ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ നോ കഴിഞ്ഞ ഉടനെ നമ്മൾ കുക്ക് എന്ന് പറയാറില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഹൗ ടു കുക്ക് എന്ന് പറയുമ്പം അതിനൊന്നും കൂടി എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഹൗ ടു കുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൗ ഇവിടെ നിർബന്ധമാണ്. അപ്പൊ ഈ സെന്റൻസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഡു യു നോ ഹൗ ടു കുക്ക്, എനിക്ക് പാചകം ചെയ്യാൻ അറിയുമോ? ഇനി പറയാണേ എനിക്ക് തലവേദനയുണ്ട്, എനിക്ക് തലവേദനയുണ്ട് എന്ന് പറയാറുണ്ട്. ഇവിടെ നമ്മൾ ചിലർ പറയാറുണ്ട് ഐ ആം ഹാവിങ് ഹെഡേക്ക്. ഇത് തെറ്റാണ് കേട്ടോ. ഐ ആം ഹാവിങ് ഹെഡേക്ക്, ഐ ആം ഹാവിങ് ഹെഡേക്ക് എന്നല്ല പറയേണ്ടത്. ഐ ഹാവ് എ ഹെഡേക്ക്, ഐ ഹാവ് എ ഹെഡേക്ക്. ഇവിടെ ആം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആം വരുമ്പോൾ നമ്മൾ ഹാവിങ് അല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഡൗട്ട് വരുന്നത്. അപ്പം ഐ ഹാവ് എ ഹെഡേക്ക്, എനിക്ക് തലവേദന ഉണ്ട്. ഓക്കെ, അവന് 2 സഹോദരിമാരുണ്ട്. നമ്മൾ പറയാണ് അവന് 2 സഹോദരിമാര് ഉണ്ട്. അപ്പൊ he is having 2 sisters, he is having 2 sisters
ഇത് കറക്റ്റ് ആണോ? അല്ല. ഇവിടെ നമ്മൾ ഹി ആയത് കൊണ്ട് തന്നെ അവിടെ ഹാവിങ് ഒന്നും വേണ്ട, ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ഹാസ് നമുക്ക് ഒരു സാധനം അല്ലേ, ഇപ്പം സിസ്റ്റർ ആയാലും നമുക്ക് അത് ഉള്ള ഒരു എന്താണ് വീട് വസ്തു പോലെയുള്ളൊരു ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഹാസ് യൂസ് ചെയ്യുക. ഹി ഹാസ് 2 സിസ്റ്റേഴ്സ്. ഹി ഹാസ് 2 സിസ്റ്റേഴ്സ്. അവന് 2 സഹോദരിമാരുണ്ട്. ഓക്കെ. ഇനി നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഇപ്പം അവൾ എൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ അവൻ എൻ്റെ ബന്ധുവാണ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഇപ്പം കസിൻ അല്ലെ, കസിൻ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോ നമ്മള് ഈ സമയത്ത് ഒട്ടുമിക്ക ആളുകളും പറയാറുള്ളതാണ് അവൾ അല്ലെങ്കിൽ അവൻ എൻ്റെ കസിൻ സിസ്റ്ററാണ്, അല്ലെങ്കിൽ അവൻ എൻ്റെ കസിൻ ബ്രദറാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഷീ ഈസ് മൈ കസിൻ, ഷീ ഈസ് മൈ കസിൻ, ഷീ ഈസ് മൈ കസിൻ എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഷീ ഈസ് മൈ കസിൻ സിസ്റ്റർ അല്ലെങ്കിൽ കസിൻ ബ്രദർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. നെക്സ്റ്റ്, അവൻ അങ്ങനെ തന്നെയാണെന്ന് പറയാറുണ്ട് അല്ലെ, അവൻ അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ഇങ്ങനെയാണ്. പലരും ഇങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഹി ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി. അവൻ അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി. എന്തിനാണ് ഈ ഓൺലി ഇവിടെ? അവൻ അങ്ങനെ തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ഈസ് ലൈക്ക് ദാറ്റ്. അവിടെ ഓൺലി വേണ്ട കേട്ടോ. ഐ എം നോയിങ് ഇംഗ്ലീഷ് എന്ന് പറയാറുണ്ട്. ഒരിക്കലും നമ്മൾ ഐ എം നോയിങ് ഇംഗ്ലീഷ് എന്ന് പറയാറില്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയുകയാണ് എന്നൊന്നും പറയാറില്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയാം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഐ നോ ഇംഗ്ലീഷ് എന്ന് പറയാം. ഐ നോ ഇംഗ്ലീഷ്. അത് ഇപ്പം ഇതൊരു വെർബ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വെർബിൽ നമ്മൾ ING യൂസ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ നോ എന്ന് പറയുന്നത് ഒരു വെർബല്ല, ഒരു അവസ്ഥയാണ് അല്ലെ, ഒരു ഇതാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അറിയുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഐ നോ ഇംഗ്ലീഷ് എന്നാണ് പറയേണ്ടത്. ഐ എം നോയിങ് ഇംഗ്ലീഷ് എന്ന് പറയാറില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സെന്റൻസ് ആണ്, ഈ ബൈക്ക് പുതിയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ബൈക്ക് പുതിയതാണോ, എന്താണ് ഇതിന്റെ കറക്റ്റ് സെന്റൻസ്? ഒരുപാട് പേര് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈസ് യുവർ ബൈക്ക് ന്യൂ വൺസ്, ഈസ് യുവർ ബൈക്ക് ന്യൂ വൺസ് അല്ലെങ്കിൽ ന്യൂ വൺ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അവസാനം ഒരു വണ്ണും വൺസും ഒക്കെ? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന്റെ ശരിയായ സെന്റൻസ് എന്ന് പറയുന്നത് ഈസ് ദിസ് യുവർ ന്യൂ ബൈക്ക്, ഈസ് ദിസ് യുവർ ന്യൂ ബൈക്ക്, ഇതാണ് വേണ്ടത്. അല്ലാതെ അവസാനം വണ്ണും വൺസും എന്നല്ല ഇടേണ്ടത്. ഈസ് ദിസ്, ഇതാണോ യുവർ ന്യൂ ബൈക്ക്, നിന്റെ പുതിയ ബൈക്ക്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് മിസ്റ്റേക്ക് വരുത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും സെന്റൻസുകളിൽ കാണാനുണ്ട് കേട്ടോ, മിസ്റ്റേക്ക് വരുത്തുന്നതും വരാൻ സാധ്യതയുള്ളതും ആയിട്ടുള്ളത്. കാരണം നമുക്ക് ഈ ചെയ്യുന്ന സമയത്ത് ഇതാണല്ലോ ഇവിടെ വരേണ്ടത്, ഇതാണല്ലോ ഇവിടെ വരേണ്ടത് എന്ന് വരും. പക്ഷെ അതിന് ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പം അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകളാണ് വരുന്നത്. നമ്മൾ ചെയ്ത സെന്റൻസുകളാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ഇനി നമ്മൾ ഫസ്റ്റ് സെന്റൻസിന്റെ ക്ലാരിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഐ ഡിഡ്ന്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐ ഹാഡ് നോ ടൈം എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞ ആ ഒരു സെന്റൻസ് പൂർത്തിയായിട്ടില്ല. കാരണം എനിക്ക് സമയം കിട്ടിയില്ല. ഐ ഡിഡ്ന്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർത്തിയാകില്ല. അവിടെ കിട്ടുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഡ്ന്റ് ഗെറ്റ് ടൈം എന്ന് പറയണം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അവിടെ ഗെറ്റ് നിർബന്ധമാണ്. ഇനി അതുപോലെ തന്നെ ഐ ഹാഡ് നോ ടൈം, എനിക്ക് ഇന്ന് ഒട്ടും സമയം ഇല്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ ഐ ഹാഡ് നോ ടൈം അറ്റ് ഓൾ ടുഡേ ഓർ യെസ്റ്റർഡേ ഇങ്ങനെ വേണം പറയാനായിട്ട്. അറ്റ് ഓൾ ഇല്ലെങ്കിൽ നമുക്ക് ഐ ഹാഡ് നോ ടൈം യെസ്റ്റർഡേ അല്ലെങ്കിൽ ടുഡേ ഇങ്ങനെ പറയാം. അപ്പൊ അറ്റ് ഓൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയേണ്ടത്. ഇത് മനസ്സിലായല്ലോ. ഈ നമ്മളിപ്പോ ബൈക്കിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അവിടെ വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ ഒന്ന് എന്നൊക്കെ പറയാൻ അങ്ങനെ ഒരു വേർഡ് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് നിന്റെ പുതിയ ബൈക്കാണോ എന്നാണ് ചോദിച്ചത്. സോ ഈസ് ദിസ് യുവർ ന്യൂ ബൈക്ക് ഇങ്ങനെ വേണം പറയാൻ. ഇനി നിനക്ക് പാചകം ചെയ്യാൻ അറിയുമോ എന്ന് പറയുമ്പോഴേ ഡു യു നോ കുക്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസ് അവിടെ കംപ്ലീറ്റ് ആകുന്നില്ല. ഡു യു നോ കുക്ക് ഫുഡ് എന്ന് പറയുന്നതിന് പകരം ഡു യു നോ ഹൗ ടു കുക്ക് എന്ന് പറയണം. ഡു യു നോ ഹൗ ടു കുക്ക്. ഇവിടുത്തെ ഹൗ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയുമോ എന്നുള്ളതാണ്, ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് പൂർത്തീകരിക്കണമെങ്കിൽ ഡു യു നോ ഹൗ ടു കുക്ക് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ. ഇനി എനിക്ക് തലവേദന ഉണ്ടെന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ
ഇപ്പം ഐ ഹാവ് എ ഹെഡേക്ക് തന്നെ പറഞ്ഞത്. ഐ ഹാവിങ് ഹെഡേക്ക് എന്ന് പറയാറില്ല. ഐ ഹാവ് ഹെഡേക്ക് എന്ന് നേരിട്ട് പറയാറില്ല. ഒന്നിരിക്കൽ നമ്മൾ പറയാറുണ്ട് ഐ ഹാവ് ബാഡ് ഹെഡേക്ക്, എനിക്ക് നല്ല തലവേദനയുണ്ട് എന്ന് പറയാറുണ്ട്. ഇവിടെ നല്ല തലവേദന എന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് തലവേദനയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് എ ഹെഡേക്ക് എന്ന് പറയണം. കാരണം ആ ഒരു ആർട്ടിക്കിൾ അവിടെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പേര് ഇതൊക്കെ നമ്മൾ ചെയ്ത സെന്റൻസുകളാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഒരുപാട് പേര് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. അവർക്ക് മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തിട്ടും എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വരികയാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഇതുപോലെയുള്ള മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ള വെർബുകളും അത്യാവശ്യമായിട്ടുള്ള പ്രിപ്പോസിഷൻസും അത്യാവശ്യമായിട്ടുള്ള കൺജക്ഷൻസും നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അത് നമ്മൾ പഠിക്കാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ്, ഞാൻ ഇന്ന് പോകുന്നില്ല എന്ന് പറയാണ്. ഞാൻ ഇന്ന് പോകുന്നില്ല. ഇതിന്റെ സെന്റൻസ് ഇതാണ്, ഐ എം നോട്ട് ഗോയിങ് ടുഡേ. ഐ എം നോട്ട് ഗോയിങ് ടുഡേ. ഐ നോട്ട് ഗോയിങ് ടുഡേ. ഐ നോട്ട് ഗോയിങ് ടുഡേ. ശ്രദ്ധിക്കണം. നെക്സ്റ്റ് സെന്റൻസ്, ഐ വോണ്ട് ഗോയിങ് ടുഡേ. ഐ വോണ്ട് ഗോയിങ് ടുഡേ. ഏതാണ് ഇവിടെ കറക്റ്റ് സെന്റൻസ് എന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പറയാം കേട്ടോ. അതായത് ഞാൻ ഇന്ന് പോകുന്നില്ല എന്നാണ് ഐ എം നോട്ട് ഗോയിങ് ടുഡേ. ഐ നോട്ട് ഗോയിങ് ടുഡേ. ഐ വോണ്ട് ഗോയിങ് ടുഡേ. ഏതായിരിക്കും? ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പൊ ശരി, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.